ഹലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചിയാ സീഡ് വാട്ടർ കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കോഫിയും ക്രോയിസൻറ്റും ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. സഹാറ സെൻറ്ററിലേക്കാണ് പോകുന്നത്. സിമ്മ് റിന്യൂ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഈ വാട്ടർഫാളൊക്കെ നോക്കി നിന്നു. പിന്നെ ഈ നെസ്റ്റോന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അതും വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തി. പിന്നെ ഈ കോൺഫ്ലേക്സ് പാല് കുതിർത്തി കഴിക്കുകയാണ്. അതൊക്കെ കഴിച്ച് ഞാൻ നേരെ തുണി അലക്കാൻ വേണ്ടി പോയി. അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടു. അങ്ങനെ ഇത് അലക്കുന്ന നേരം കൊണ്ട് മീനിനൊക്കെ ഒന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മുടെ ഫൈറ്റർ കുട്ടന്മാർക്കും മറ്റു മീനിനൊക്കെ നമ്മൾ തീറ്റ കൊടുത്തു. ചേട്ടനും ചേച്ചിയും മോനൊക്കെ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ക്ലീനിങ്ങിലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഒക്കെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെയിൻ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഉരച്ച് പോക്കി. പിന്നെ മോനെ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അങ്ങനെയൊക്കെ ഒതുക്കി പെറുക്കി വെച്ചതിന് ശേഷം ഞാനതൊക്കെ അടിച്ചാരി കേട്ടോ. അങ്ങനെ അടിച്ചൊക്കെ വാരി മൊത്തം ഒന്ന് ക്ലീനാക്കി. അങ്ങനെ ക്ലീനിങ് പരിപാടിക്ക് ശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ വിട്ടത്. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്, വെജിറ്റബിൾ ബിരിയാണി. അങ്ങനെ അതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൈസും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വെന്ത് പോയിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് കുക്കർ കഴുകാൻ വലിയ താല്പര്യമില്ല, പക്ഷെ എന്നാലും കഴുകി കേട്ടോ. പിന്നെ നമുക്ക് തുണിയൊക്കെ ആദ്യം വിരിച്ച് വെച്ചതുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമുക്ക് വിരിക്കാനുണ്ട്. അങ്ങനെ എല്ലാം മടക്കി എടുത്ത് വരികയാണ്. പിന്നെ നമ്മൾ അലക്കിയ ഡ്രസ്സൊക്കെ എടുത്ത് വിരിച്ചിടുകയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ എപ്പോഴും, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഇനിയിപ്പം വെയിലില്ലെങ്കിൽ കൂടിയും നമ്മൾ തുണി വിരിച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കാറ്റുകൊണ്ട്. പിന്നെ ഇങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മളെ ചട്ടിയിലുള്ള മണ്ണും ഇതൊക്കെ അങ്ങനെ പറന്ന് പോകും കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് തക്കാളി തൈയും കുറച്ച് വഴുതനങ്ങയും മുളകൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ താട്ടോ അവിടെ നട്ടിട്ടുള്ളത്. സമയം ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നേരത്തെ അലക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുകയാണ്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി കുളിച്ചിട്ട് പോയി ചായ ഉണ്ടാക്കി കേട്ടോ. ചായയും ബിസ്ക്കറ്റും ചെറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു യോഗട്ട് കഴിച്ചു കേട്ടോ. ബ്ലൂബെറീൻ്റെ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ രാത്രി ബ്രെഡും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അത് കഴിച്ച് പിന്നെ കിടക്കാൻ നേരത്തെ ഒരു ആപ്പിളും കൂടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.